1954 പ്രവർത്തനം ആരംഭിച്ച ഒരു പത്രമാണ് കാശ്മീർ ടൈംസ്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ന് കേരളത്തിലായാലും അങ്ങ് ജമ്മു കാശ്മീരിലായാലും ഗുജറാത്തിലായാലും മിസോറാമിലായാലും അരുണാചൽ പ്രദേശിലായാലും വലിയ രീതിയിൽ വാദിക്കുന്നവരുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം നൽകണമെന്ന്. പക്ഷേ ഈ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഇവർ ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്കറിയാം, ഈ ഡൽഹി സ്ഫോടനം നടന്നപ്പോൾ പോലും ഭീകരവാദികളെ വെള്ളപൂശാനുള്ള ശ്രമം കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരം അനുസരിച്ച് ഇത്തരം വെള്ളപൂശാൻ നടത്തുന്ന ഒരു മാധ്യമത്തിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടന്ന പശ്ചാത്തലത്തിൽ AK-47 അടക്കമുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മാധ്യമ സ്ഥാപനത്തിൽ എന്തിനാണ് ആയുധം? മാധ്യമ സ്ഥാപനത്തിൽ ആയുധം വന്നേക്കാൾ ഉപരി ഇവിടെ പ്രതികരിച്ചു എന്നുള്ളതല്ലേ. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിൽ പങ്കാളികൾ ആരൊക്കെയാ? ഇവിടെ സകലമാന രംഗത്തും ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിലല്ലോ എന്തിനു ഒരു മാധ്യമ രംഗം മാത്രം ഒഴിവാക്കണം? മാധ്യമ രംഗത്ത് വരുന്ന സമയത്ത് അതിനെ മാധ്യമത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം, സ്വാതന്ത്ര്യത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കും. പക്ഷെ മാധ്യമങ്ങളുടെ ഓഫീസുകളിൽ എന്തെല്ലാം, കാരണം ഇത്രയും നാൾ ചിന്തിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്, യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നുള്ളത് ചിന്തിച്ചിരുന്നോ? സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിരുന്നോ? അത് ചിന്തിച്ചിരുന്ന ആൾക്കാരുണ്ട്. ആ ചിന്തിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞ സമയത്ത് മുഴുവൻ ഇതിനെ പുച്ഛി തള്ളിയില്ലേ? ഇനിയും എത്രയോ കിടക്കുന്നുള്ളൂ. ഉന്നത രംഗം അലങ്കരിക്കുന്ന ആൾക്കാർ എവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. തലസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ, ഭരണ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ ആര് ഭരിച്ചാലും ആ കേന്ദ്രങ്ങളിൽ പോലും ഇതേപോലുള്ള പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്നത് ആരാണെങ്കിൽ അതിൽ തെറ്റുണ്ടാവുമോ? ബംഗാളിൽ ഇന്നലെ നിരവധി ആൾക്കാർ ബംഗ്ലാദേശിലേക്ക് പോയിരിക്കുന്നു. അതിനെക്കുറിച്ച് അവിടെ വൻ എതിർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ ഉണ്ടായിരുന്നത്? ബംഗ്ലാദേശികൾ. ആരാ പോയിരിക്കുന്നത്? ബംഗ്ലാദേശികൾ. അപ്പം ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ടായിരുന്ന വാർത്ത നൽകും. മനുഷ്യാവകാശ പ്രശ്നം, പാവപ്പെട്ട ബംഗ്ലാദേശികൾക്ക് ഒന്ന് തലചായ്ക്കാൻ പോലും ഇടം നൽകുന്നില്ല. കടന്നു കയറിയ ആൾക്കാർ പോകുന്നു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ പഴയ നേതാവ് ഭാരതത്തിൽ അഭയം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതും പറയല്ലോ, അഭയം കൊടുത്തു, അതുകൊണ്ട് ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കുന്നു. ആ വിധത്തിലൊക്കെ ആക്കി തീർക്കുന്നത് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ മാധ്യമ ഓഫീസുകളെ തന്നെ ഭീകരവാദത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരത്തെ പുറത്തു വന്നു. കേരളത്തിലത്തെ സ്ഥിതി എന്താ? കേരളത്തിൽ എന്നും ഈ മാധ്യമരംഗത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സന്ധി ചർച്ചയിൽ ചർച്ച നയിക്കുന്നവർ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ ഭീകരപ്രവർത്തനത്തെ താലോലിക്കുന്ന കാഴ്ച കാണുന്നില്ലേ? അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചാൽ അറിയാം, ഇവിടെ ചില മാധ്യമങ്ങൾ ഭീകരവാദികളെ പണക്കൊണ്ട് നടത്തുന്ന മാധ്യമങ്ങളുണ്ടല്ലോ. ആർക്കും തയ്യാറായിട്ടുണ്ടോ ആ ഓഫീസ് കേന്ദ്രീകരിക്കാൻ? മാധ്യമ ഓഫീസ് കയറിക്കഴിഞ്ഞാൽ, പോലീസ് കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അറിയുന്നത് കൊണ്ട് മാധ്യമങ്ങളുടെ ഓഫീസ് ഭീകരന്മാരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേരളം പോലത്തെ സ്ഥലത്ത്. അല്ല, അവിടെ നിന്നും വരുന്ന ചർച്ചകളുണ്ടല്ലോ. അതെ, ഭീകരവാദത്തെ വെള്ളപൂശുന്ന ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്ത മനുഷ്യാവകാശ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഇവിടെ ഏറ്റവും അവസാനം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോളർ ടെററിസം എന്ന ഒരു വാക്ക് ഉച്ചരിച്ചപ്പോൾ ചില ചാനലുകൾക്ക് അവർക്ക് ഇതാക്കി. അല്ല, സർവകലാശാല റെയ്ഡ് ചെയ്ത സമയത്ത് അവിടെ വിളിച്ചാൽ ആ സമയത്ത് മനം നൊന്ത ആൾക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഈ ഇതിന് മുഴുവൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വലുതാക്കി തീർത്ത് അത് ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അക്രമമാണെന്നും പറഞ്ഞ ആൾക്കാർ പോലും ഉണ്ടായിട്ടുണ്ട്.
ഇത് കേരളത്തിലാണ്, മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം. ഏതായാലും കാശ്മീരിൽ ഇപ്പം നടന്ന സംഭവം വളരെ വളരെ അങ്ങേയറ്റം വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവിടുന്ന് AK-47 തോക്ക് പിടിച്ചു. തോക്ക് മാത്രമായിരിക്കില്ല, വേറെ പലതും ഉണ്ടാവും. കാരണം AK-47 37 പിടിച്ചിരിക്കുന്നത്. അപ്പം എന്തിനാ അവിടെ AK-47 തോക്ക്? ആരാ കൊണ്ടുവച്ചത്? ആർക്കൊക്കെയാണ് ഈ കേന്ദ്രത്തിൽ അഭയം കൊടുക്കുന്നത്? ആരും തന്നെ ചെല്ലുന്നില്ല എന്ന ധാരണയോട് കൂടിയിട്ടല്ലേ ഈ അഭയം കൊടുത്തിട്ടുണ്ടാകുക. അഭയമല്ല പ്രവർത്തനത്തിന് മാധ്യമങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടല്ലോ, തങ്ങളെ തടയില്ല. അപ്പോൾ അഭയം കൊടുക്കല്ല, അവിടുന്ന് ട്രെയിനിങ് കൊടുക്കാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനും മാധ്യമ പ്രവർത്തകരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഗൂഢാലോചന നടത്താനും പറ്റിയ കേന്ദ്രമാണ് മാധ്യമങ്ങളുടെ കേന്ദ്രം. നമുക്ക് ചിന്തിക്കാം എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ഉണ്ടായില്ല, പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും ഇത്തരം ഭീകരവാദികളുണ്ട്. അവർ വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ആരാ അവരെ പരിശോധിക്കാൻ? മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അവർ കടന്നു വരുന്ന സമയത്ത് ആ കടന്നു വരുന്നവരെ പരിശോധിച്ചിട്ടാണോ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്? ഞാൻ മാധ്യമങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അല്ലല്ലോ. അപ്പം അവിടെ മറ്റാർക്ക് പരിശോധിക്കാൻ സാധിക്കില്ല, മറ്റാരും വരില്ല. അതിൽ തന്നെ ആരെല്ലാണ് രഹസ്യമായിട്ട് അവിടെ ഒരുമിച്ച് കൂടുന്നതെന്ന് അറിയാൻ സാധിക്കുമോ? ഒരുമിച്ച് കൂടുന്നത് അറിയാൻ സാധിക്കില്ല. ഇതേ പ്രവർത്തനമായിരുന്നു സർവകലാശാലകളിൽ നടന്നിരുന്നത്. ആദ്യം രഹസ്യമായിട്ട് ഇവർ കുറച്ച് ആൾക്കാർ കൂടി, പിന്നെ അവർ ഒന്നിച്ചു കൂടി, അതിൽ ധാരാളം ഭീകരവാദികളെ അവർ ഉണ്ടാക്കിയെടുത്തു, മോൾഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ് പറയേണ്ടത്. ഇത് തന്നെ മറ്റില്ല, രഹസ്യമായിട്ട് 1, 2 ആക്കി, 2, 3 ആക്കി, ഇങ്ങനെ പറയാൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ഈ പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നില്ലേ? കാര്യമായിട്ട് നടക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവരെന്തിനൊരുമിച്ച് കൂടുന്നു? ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക സമയത്ത് പ്രത്യേക വിഭാഗം ഒരുമിച്ച് കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ സാധാരണക്കാർ മാത്രമല്ല, ഇപ്പോൾ ബുദ്ധിജീവികളെ കുറിച്ച് പറയുമ്പോൾ, യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, സർവകലാശാലയെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണക്കാരല്ലല്ലോ, അത്തരം ആൾക്കാരെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നു. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങൾ നടത്താനും ബാക്കി പ്രേരിപ്പിക്കാൻ മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങളിൽ കൂടിയിട്ട് കേരളത്തിൽ തന്നെ നമുക്ക്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലുകൾ അങ്ങ് ഭീകരവാദത്തെ വെള്ളപൂശുകയാണ്. ഇത് എങ്ങനെയെന്നോ അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതൊന്നും തെറ്റല്ല, ഇതെല്ലാം നിങ്ങളുടെ മതത്തിന് വേണ്ടിയുള്ള എന്തോ ഒരു പുണ്യപ്രവർത്തനവുമായാണ് അവർ പറയുന്നത്. അതാണല്ലോ പുണ്യമായുള്ള പ്രവർത്തനം. കാരണം ഏറ്റവും അവസാനം നമുക്ക് നോക്കിയറിയാം, ഈ ഒക്ടോബർ 7 ഇസ്രായേലിന് എതിരെ ഉണ്ടായ ഹമാസിന്റെ ആക്രമണം, അന്നൊരു വലിയ ആഘോഷമായിരുന്നു. അതെ, ഈ 10,000 പേരെ കൊലപ്പെടുത്തിയതിന്. എന്തിനാ? അതൊരു ഭാഗത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയിൽ പാകിസ്ഥാൻ തോൽക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന വികാരം എന്താണ്? ഇന്ത്യ ജയിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട വികാരം, നല്ല വികാരം, അതിന് പകരം പാകിസ്ഥാന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുള്ളതല്ലേ? ഇന്ത്യ കൈ കൊടുത്തില്ല. ഇതൊക്കെ ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങളിൽ. അപ്പം ഈ മാധ്യമങ്ങൾ വെറും ഒരു കാശ്മീരിലല്ല, എല്ലാ സ്റ്റേറ്റിലും പോലെ കടന്നു വന്നിട്ട് കേരളത്തിലാണ് ഇത് എത്തിപ്പെടുന്നതെന്ന് ചിന്തിക്കണം. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഒരു മാധ്യമമൊന്നുമല്ല, ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇത്തരം ഭീകരന്മാരെ വളർത്താൻ വേണ്ടി കാര്യമായ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് വൈകുന്നേരത്തെ ചർച്ചയിൽ, ആ ചർച്ച നിയന്ത്രിക്കുന്നവരുടെ വാചകങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ചർച്ചയിൽ പങ്കെടുക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ സംസാരം, ഞാൻ ആ ആളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം ചില സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ്. അത്തരം ആളുകൾ പോലും വന്ന് ഭീകരവാദത്തെയും ഭീകരപ്രവർത്തനത്തെയും വെള്ളപൂശുന്നത് കാണാറുണ്ട്. അപ്പം എന്തുകൊണ്ട് നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ, അവർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളിൽ, SDPI അടക്കമുള്ള ആൾക്കാരെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളിൽ, ആ സ്ഥാപനങ്ങൾ
ഒന്ന് കടന്നു പോയി നോക്കാൻ, ശ്രദ്ധിക്കാൻ തയ്യാറുണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ്? അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ എവിടേക്കാണെന്ന് അറിയാമോ? പെട്ടെന്ന് കടന്നു ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ്. പെട്ടെന്ന് വിവരം കിട്ടും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നടത്തുന്നത് മലബാറിലെ ഒരു ഗ്രാമത്തിലാണ്. ടൗണിൽ നിന്ന് വരാൻ എളുപ്പമാണ്, നോക്കും ഗ്രാമമാണ്, അതിൻ്റെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് പ്രധാനപ്പെട്ട ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന്. ആ രാഷ്ട്രീയ പാർട്ടി ദേശീയതയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് എല്ലാവരുടെയും ധാരണ. ഇടതുപക്ഷ ചിന്താഗതിയുള്ളതാണ്. അതിൻ്റെ ഒരു നേതാവ് വളർന്നു വന്നത് മലബാറിലെ ഒരു ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അവരിപ്പം എല്ലാ രംഗത്തും പോയിട്ട് വനിതയാണ്. ഞാനൊരു ദേശീയവാദിയാണെന്ന് തെളിയിക്കാൻ തത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കും. അവർ വെള്ള പൂശാൻ വേണ്ടിയിട്ട് നടക്കുന്ന ധാരാളം ദേശീയവാദികളുണ്ട്. കബളിപ്പിക്കപ്പെടുന്നു ഈ ദേശീയവാദികൾ എന്നുള്ളത് ദേശീയവാദികൾ മനസ്സിലാക്കട്ടെ. അപ്പം ഇതാണ് ഇവരുടെ തന്ത്രം. മറ്റുള്ളവരെ വിശ്വാസത്തിൽ എടുപ്പിക്കുക. ഞാൻ നല്ല അതിൽ കൂടിയിട്ട് അവരും കൂടി ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക ഈ പ്രവർത്തനത്തിൽ കൂടിയിട്ട്. ഇതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. നമ്മൾ ഓരോന്നും ചങ്ങല പിടിച്ചിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഭീകരപ്രവർത്തനം ഇതിൽ കൂടിയെല്ലാം ഇപ്പം മാധ്യമങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കിയതുപോലെ തന്നെ ഓരോരുത്തരുടെ വീടുകളിൽ കൂടിയിട്ട് ഓരോരോ രാഷ്ട്രീയ പാർട്ടി ഓഫീസിൽ കൂടി നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കണമല്ലോ. ഭീകരവാദികളുടെ ഓഫീസിൽ കൂടി മാത്രമല്ല, അല്ലാത്ത ഓഫീസുകൾ കൂടി ഉണ്ടാവും. അവർ നുഴഞ്ഞു കയറി അതിലേക്ക് ആളുകളെ അയച്ച് അവരെ കയ്യിലെടുത്ത് നല്ലവരാണ് എന്നുള്ളത്. ഇന്നലെ ഒരു പ്രത്യേക ജില്ലയിൽ നിന്ന് നിരവധി ആൾക്കാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഭാരത വിഭജനം നടത്തിയ അതിന് കൂട്ടുനിന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ധാരാളം ആൾക്കാർ, ആ പാർട്ടിയിൽ നിന്ന്, ആ മതത്തിൽ നിന്നല്ല, ആ പാർട്ടിയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തള്ളി കയറുന്നു മെമ്പർഷിപ്പ് എടുക്കാൻ. ധാരാളം ആൾക്കാർ വന്നുണ്ട്. ചില മാധ്യമങ്ങൾ അത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന പാർട്ടിയിൽ നിന്ന് ഇന്ന പാർട്ടിയിലേക്ക് ആൾക്കാരുടെ ഒഴുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒഴുക്ക് എന്തിനാന്നുള്ളത് ചിന്തിക്കാറില്ല. വന്നാൽ നല്ലതാണ്, ഓരോ പാർട്ടി ശരിയായിരിക്കാം. പക്ഷേ ആ പാർട്ടിക്ക് അവിടെ അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടോ നോക്കണ്ടേ. ദഹിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ വരളൊക്കെ ഉണ്ടാകാൻ പോണത് നാടിൻ്റെ നഷ്ടമായിരിക്കും. അത് ആ പാർട്ടിയിൽ കലഹം ഉണ്ടാക്കാൻ പോലും തയ്യാറാവുന്നുള്ളത് മനസ്സിലാക്കണം. പാർട്ടിയിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ കടന്നുകയറ്റം തയ്യാറാകും എന്ന് ആ പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ടതാണ്. അത് ഒരു പാർട്ടിയിലേക്ക് മാത്രമല്ല, പല പ്രസ്ഥാനങ്ങളിലേക്കും ഇത് സംഭവിക്കും. ഇനി പ്രസ്ഥാനങ്ങളിലേക്കാണ്. കാരണം സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ഏകദേശം തീർന്നു തുടങ്ങി. ഇനി പ്രസ്ഥാനങ്ങളിലേക്കാണ് മെല്ലെ 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 വരിക. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ കാശ്മീർ അതിനൊരു പാഠമാകും ഇനി. കാരണം അതിന് തൊട്ടിപ്പുറത്ത് തുടങ്ങി സർവകലാശാലയിലേക്ക് എത്തി, സർവകലാശാലയിൽ നിന്നിട്ട് പ്രമുഖ ഡോക്ടർമാരിലേക്ക് എത്തി, ഡോക്ടർമാരിൽ നിന്ന് ഇപ്പം വന്നിരിക്കുന്നത് മാധ്യമങ്ങളിലേക്കാണ്. മാധ്യമ സ്ഥാപനങ്ങളിലേക്ക്. ഇനി രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് ഭീകരന്മാരുടെ കേന്ദ്രമാകാൻ വളരെ കാലം വരില്ല എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.